ഹായ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനായി എഞ്ചിനീയറിംഗ് PSC പുതിയ അനൗൺസ് ചെയ്യുന്ന കോഴ്സാണ് ലൈഫ് സേവർ ബാച്ച്. ഈ ലൈഫ് സേവർ ബാച്ചിന്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ ഡെയിലി ലൈവ് ക്ലാസ്സസും വീക്കിലി എക്സാംസും ടെക്സ്റ്റ് ബുക്കോട് കൂടിയാണ് നിങ്ങൾക്ക് ഒരു വർഷത്തേക്കുള്ള ഈ കോച്ചിങ് തരുന്നത്. ECയിൽ 1ാം റാങ്ക് മേടിച്ച അതേ കോഴ്സിന്റെ പാറ്റേണിൽ അല്ലെങ്കിൽ അതേ സ്ട്രക്ചറിൽ തന്നെയാണ് ഈ കോഴ്സും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാർച്ച് 1 മുതലാണ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് ഡെയിലി നമ്മുടെ ആപ്പിൽ സ്റ്റാർട്ട് ആകുന്നത്. അതുവരെ നിങ്ങൾക്ക് യൂട്യൂബിൽ നമ്മുടെ ലൈവ് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. യു ക്യാൻ സീ ദാറ്റ്. താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ വന്ന് ജോയിൻ ചെയ്യാവുന്നതാണ്. ചിത്ര, വിജയറാണി, സംഗീത, സാലി, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൽദോസ്, ഐശ്വര്യ, അഖില, ക്രിസ്റ്റീന, ലിദിയ, നിമിത, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. കുക്കു, നഹീദ, സരസ്വതി, എല്ലാവർക്കും ഗുഡ് ഈവനിങ് കേട്ടോ. നമുക്ക് തുടങ്ങിയല്ലേ നമ്മള്. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞു തുടങ്ങാൻ പോകുന്നത് പവർ ഇലക്ട്രോണിക്സ്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ പവർ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ഹൈ എനർജി. ഗുഡ് ഈവനിങ് എല്ലാവരും ഗുഡ് ഈവനിങ്. നമ്മൾ പറഞ്ഞു വരുന്നത് ഹൈ എനർജിയിലേക്ക് നമ്മുടെ ഇലക്ട്രോണിക്സിനെ കൊണ്ടുവന്നപ്പോഴുണ്ടായതാണ് നമ്മൾ എന്ത് പറയാം, പവർ ഇലക്ട്രോണിക്സ്. ആക്ച്വലി നമ്മൾ പറഞ്ഞു വരുന്നത് എന്താ പറയുക, ആപ്ലിക്കേഷൻ ഓഫ് ദി പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രോണിക്സ് ഇൻ ഹയർ എൻ എ പവർ ലെവൽ. നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മളുടെ ഇലക്ട്രോണിക്സിന്റെ തത്വങ്ങൾ ഹൈ പവർ ലെവലിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രിക്കലിലേക്ക് ഉപയോഗിച്ചപ്പോഴാണ് പവർ ഇലക്ട്രോണിക്സ് നമ്മൾ യൂസ് ചെയ്തത്. അവിടെ മെയിനായിട്ട് നമ്മൾ പറയുന്ന ആരെയാണെന്നറിയോ, തൈറിസ്റ്റർ ഓർ SCR എന്ന് പറയും. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇതൊരു സ്വിച്ച് മാത്രം. സ്വിച്ച് എങ്ങനെ വർക്ക് ചെയ്യുന്നു അത് തന്നെയാണ് എൻ്റെ നമ്മുടെ പവർ ഇലക്ട്രോണിക്സ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സ്വിച്ചിന് എന്താണ് ഇത്ര പ്രാധാന്യം ചോദിച്ചാൽ, ഈ സ്വിച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മെക്കാനിക്കൽ സ്വിച്ച് അല്ല, നമ്മൾ കൈകൊണ്ട് ഓൺ ചെയ്യുകയോ ഓഫ് ചെയ്യുന്നതല്ല. ഇത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഇലക്ട്രോണിക്സിന്റെ തത്വം വെച്ചിട്ട് കൃത്യമായിട്ട് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഓണും ഓഫ് ആകാനും ഒക്കെ സാധിക്കും. അപ്പം നമ്മൾ പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിലുണ്ടല്ലോ, നമുക്കറിയാം നമ്മുടെ AC വേവ് ഫോം ഉണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പവർ യൂസ് ചെയ്യുന്നത്. അത് 50 ഹെർട്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 50 ഹെർട്സ് എന്ന് പറയുന്ന ഫ്രീക്വൻസിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടൈം പീരീഡ് അല്ലെങ്കിൽ ഒരു സൈക്കിളിൻ്റെ ടൈം പീരീഡ് എത്രയാണെന്ന് ചോദിച്ചാൽ 1/50 ആയിരിക്കും. മൈക്രോ അല്ലെ മില്ലി സെക്കൻഡ്, മൈക്രോ അല്ല മില്ലി സെക്കൻഡ്. ഓക്കെ. അപ്പോൾ ഒരു 20 മില്ലി സെക്കൻഡിനുള്ളിൽ ഈ പറഞ്ഞു വന്ന സൈക്കിൾ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ AC വേവ് ഫോം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പം ഈ പറയുന്ന ഈ ഒരു ആൽഫ എന്ന് പറഞ്ഞൊരു ആൽഫ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണ് 30 ഡിഗ്രിയിൽ വെച്ച് നമ്മൾ ട്രിഗർ ചെയ്യുന്നു. എന്നിട്ട് ഓൺ ആക്കി ഈ പറഞ്ഞു വന്ന ഈ വേവ് ഫോം കിട്ടി എന്നൊക്കെ പറഞ്ഞാണ് കഥകൾ പോകാൻ പോകുന്നത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത്. പറഞ്ഞ് ലിയ എന്നാ പറയുന്നത്, സൗണ്ട് വല്ല വിഷയമുണ്ടോ? കേൾക്കുന്ന കൃത്യമല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? സൗണ്ട് ക്ലിയർ അല്ലേ? പറയൂ. സൗണ്ട് ക്ലാരിറ്റി ഓക്കെ അല്ലേ? പറഞ്ഞ് സാലി, നിമിത, ലിദിയ എന്തോ എക്കോ എന്ന് എഴുതി വെച്ചേക്കുന്നത്, അതുകൊണ്ടാണ് ചോദിച്ചത്. കേൾവിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുണ്ടോ? ക്ലിയർ ആണ്? ഓക്കെ റൈറ്റ്. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് തൈറിസ്റ്റർ ശരിക്കും പറഞ്ഞാൽ എന്താണ്, ഒരു സ്വിച്ചാണ്. പക്ഷേ ഈ സ്വിച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ നമ്മുടെ പവർ ഇലക്ട്രോണിക്സിൽ നമ്മൾ പഠിക്കുന്ന സ്വിച്ചിനെ കുറിച്ചാണ് അല്ലെങ്കിൽ ഈ സ്വിച്ചിനെ കുറിച്ചാണ്. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു, ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് നമ്മൾ ഈ സ്വിച്ച് വെച്ചിട്ട് നമ്മൾ ഓരോ ഡിവൈസുകൾ ഉണ്ടാക്കിയെടുക്കുക ചെയ്യുന്നത്. അതിന് ഉദാഹരണം പറഞ്ഞാൽ സൈക്ലോ കൺവേർട്ടർ, ചോപ്പർ ഉണ്ട്, ഇൻവെർട്ടർ ഉണ്ട്, റെക്ടിഫയർ ഉണ്ട്. ഈ റെക്ടിഫയർ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഡയോഡ് വെച്ചുള്ള റെക്ടിഫിക്കേഷൻ അല്ല. ഇവിടെ നമുക്ക് എന്തുകൊണ്ട് കൺട്രോൾഡ് റെക്ടിഫയർ. ഈ കൺട്രോൾ എന്ന് വിളിക്കാൻ കാരണം ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ ക്വസ്റ്റിനിൽ തന്നെ നമ്മൾ പറഞ്ഞു ആൽഫ 30 എന്ന് പറഞ്ഞാൽ ട്രിഗറിങ് ആംഗിൾ ആണ്. ഈ ആൽഫ എന്ന് പറയുന്നത് ട്രിഗറിങ് ആംഗിൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൺവേർട്ട് അല്ലെങ്കിൽ മാറ്റാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് റെക്ടിഫിക്കേഷൻ എവിടം തൊട്ട് എവിടം വരെ നടക്കണമെന്നൊക്കെ വി വിൽ പ്ലാൻ ഫോർ ദാറ്റ്. എന്നിട്ട് ആ ഒരു തൈറിസ്റ്റർ ആ രീതിയിലായിരിക്കും വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ തൈറിസ്റ്ററിനെ അങ്ങനെയായിരിക്കും ട്രിഗർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ നമ്മുടെ ചർച്ചയിൽ നമ്മൾ വരാൻ പോകുന്നൊരു കാര്യം എന്നറിയോ, തൈറിസ്റ്റർ പ്രത്യേക സമയത്ത് ഓണാകും, പ്രത്യേക സമയത്ത് ഓഫാകും. അങ്ങനെ നമ്മൾ ഒരു ഡിവൈസ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അതാണ് നമ്മുടെ SCR അല്ലെങ്കിൽ തൈറിസ്റ്റർ. അതാണ് നമ്മുടെ കൺട്രോൾഡ് സ്വിച്ച്.
പക്ഷേ ഈ സ്വിച്ചിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് മെക്കാനിക്കൽ സ്വിച്ച് അല്ല, ഇത് കൺട്രോൾ ചെയ്യുന്ന ട്രിഗറിങ് ആംഗിൾ വെച്ചിട്ടാണ്. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവരും ക്ലിയർ ആണ്, ഇവിടം വരെ പറഞ്ഞ ക്ലിയർ ആണ്. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് ഈ ഫാമിലിയിൽ തന്നെ വരുന്ന കുറച്ച് പേരുണ്ട്. SCR ഉണ്ട്, എന്ന് പറഞ്ഞുണ്ട്, ഗേറ്റ് ടേൺ ഓഫ് തൈറിസ്റ്റർ ഉണ്ട്, ഈ പറഞ്ഞ ട്രയാക്ക് ഉണ്ട്, ഇതെല്ലാം നമ്മളത് പഠിക്കും. ഡയാക്ക് ഉണ്ട്, SS ഉണ്ട്, US ഉണ്ട്, ഇങ്ങനെ കുറച്ച് പേരുണ്ട് ഈ ഫാമിലിയിലുള്ളത്. അപ്പോൾ ഇവരുടെ എല്ലാം ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇവരെല്ലാം ഡീൽ ചെയ്യുന്നത് ചെറിയ വോൾട്ടേജ് വെച്ചിട്ടല്ല, വളരെ ഹൈ വോൾട്ടേജ് വെച്ചിട്ടാണ്. അപ്പോൾ ഈ തൈറിസ്റ്ററിൻ്റെ കേസിലൊക്കെ പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ 30 kV തൊട്ട് ഒരു 100,000 ആംബിയർ ഒക്കെ വരെയൊക്കെ നമ്മുടെ ഈ പറഞ്ഞ സർക്യൂട്ട് കറണ്ട് പോകും. അപ്പോൾ ഇത്രയും വലിയ പവറിനെയൊക്കെ ആർക്ക് വിസ്റ്റാൻഡ് ചെയ്യാൻ കഴിവുണ്ടാവും? ഈ പറഞ്ഞ SCRന് വിസ്റ്റാൻഡ് ചെയ്യാൻ കഴിവുണ്ടാവും, അല്ലെങ്കിൽ ഈ സ്വിച്ചിന് വിസ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവുണ്ടാകണം. അപ്പം നമ്മൾ പറഞ്ഞു വരുന്ന സാധാ നമ്മുടെ ഇലക്ട്രോണിക്സിൽ ഉപയോഗിക്കുന്ന ഡയോഡോ BJT ഒന്നും കയറി ഉപയോഗിക്കാൻ പറ്റില്ല. ഇതിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ പവർ ഡയോഡൊക്കെ യൂസ് ചെയ്യണം. പവർ ഡയോഡ് അല്ലെങ്കിൽ പവർ, അവിടെ എല്ലാം വിഷയങ്ങൾ മാറുകയാണ്. അല്ലെങ്കിൽ അവിടെ നമ്മൾ സാധാ ഈ പറഞ്ഞ അനലോഗ് അനലോഗ് ഇലക്ട്രോണിക്സ് പഠിക്കുന്ന ഡയോഡ് അല്ലെങ്കിൽ ഡിവൈസുകളല്ല യൂസ് ചെയ്യുന്നത്. അവിടെ യൂസ് ചെയ്യുന്ന ഫാമിലി വരുന്ന സാധനങ്ങളാണ് GTO, ട്രയാക്ക്, ഡയാക്ക്, SCR, തൈറിസ്റ്റർ എന്നൊക്കെ പറയുന്നത്. ഓക്കെ അല്ലേ? എല്ലാം വരെ ക്ലിയർ അല്ലേ? പറഞ്ഞു വന്ന് മുന്നോട്ട് പോട്ടെ. അപ്പോൾ ഇനി നമ്മൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ബേസിക് സ്ട്രക്ചർ. ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് ജംഗ്ഷൻ 1 ഉണ്ട്, ജംഗ്ഷൻ 2 ഉണ്ട്, ഇവിടെ ഒരാളോട് ഉണ്ട്, ഗേറ്റ്. ക്ലിയർ ആണ്? അപ്പം ഡോപ്പിംഗ് നമ്മൾ പറയുമ്പം ഹൈലി ഡോപ്ഡ് എന്ന് പറഞ്ഞാൽ 10⁻⁹. ഇവിടെ ലൈറ്റ്ലി ഡോപ്ഡ് എന്ന് പറയുമ്പോൾ 10⁻13. ഇവിടെ മോഡറേറ്റ് എന്ന് പറയുമ്പോൾ 10⁻17. വീണ്ടും ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് നമ്മുടെ ആനോഡ് പോർഷൻ, ഇതാണ് നമ്മുടെ ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാനുണ്ട് നമുക്ക്. ഈ പറഞ്ഞു വന്നാൽ നമുക്ക് എത്ര ജംഗ്ഷൻ വരുന്നുണ്ട്? 3 ജംഗ്ഷൻസ് വരുന്നുണ്ട്, J1, J2, J3 എന്ന് പറഞ്ഞാൽ. ഈ ജംഗ്ഷനിൽ നമുക്ക് ആനോഡും ഉണ്ട്, മുകളിൽ കാതോടും ഉണ്ട്, താഴെ കാതോടും ഉണ്ട്, മുകളിൽ ആനോഡും ഉണ്ട്. ഇവിടെ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് എങ്ങനെയാണെന്നുള്ളതിനനുസരിച്ചാണ് J1, J2, J3 ഏതൊക്കെയാണ് ഫോർവേഡ് ബയാസ്ഡ്, ഏതൊക്കെയാണ് റിവേഴ്സ് ബയാസ്ഡ് എന്ന് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പം നമുക്കിവിടെ ഒരു കാര്യം പറയാം, PN ആണ് നമ്മുടെ സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ ആനോടും കാതോടും എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണ് നമ്മുടെ എന്ത് വരുന്നത്, ഈ പറയുന്ന ഇതിൽ എവിടൊക്കെയാണ് ഡോപ്പിംഗ് വരുന്നത്, അല്ലെങ്കിൽ എവിടൊക്കെയാണ് ഇതിൻ്റെ ഡോപ്പിംഗ് കുറവുള്ളതെന്നുള്ളതെല്ലാം കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം വേറൊരു കാര്യം പറഞ്ഞുകൊണ്ട്, ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും. സിലിക്കൺ ഓവർ ജർമ്മനി. ഇവിടെ എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് സിലിക്കണാണ്. കാരണം എന്താണെന്നുള്ളതാണ് നമ്മൾ ഇതിന് കാരണം. നമ്മളപ്പോൾ പറഞ്ഞു വരുന്ന SCRൽ നമ്മൾ യൂസ് ചെയ്യുന്നതെല്ലാം സിലിക്കണാണ്, ജർമ്മനിയും യൂസ് ചെയ്യില്ല. അതിൻ്റെ കാരണം പറയുകയാണെങ്കിൽ ഹൈ തെർമൽ സ്റ്റെപ്പ്. അവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് 200°C വരെ ആർക്ക് പറ്റും? സിലിക്കണ് പറ്റും. ഈ പറഞ്ഞ ആ സമയത്ത് 75°. ഇത് ക്ലിയർ അല്ലേ പറഞ്ഞത്? നമ്മൾ ആദ്യം പറയുന്നത് നമ്മുടെ SCRൻ്റെ സ്ട്രക്ചർ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു PN ആണ് സ്ട്രക്ചർ വരുന്നെങ്കിൽ അതിൽ ലൈറ്റ്ലി പറഞ്ഞ ഹെവിലി ഒക്കെ ആയിട്ട് ഡോപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞു ഈ പറഞ്ഞു വന്ന J1, J2, J3 എന്ന് പറഞ്ഞ ജംഗ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ പറയുന്നത് ഈ പറയുന്ന നമ്മുടെ SCR മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്ന സിലിക്കണാണ് ഓവർ ജർമ്മനിയം. കാരണം അങ്ങനെ സിലിക്കൺ പ്രിഫർ ചെയ്യാനുള്ള ഫസ്റ്റ് കാരണം പറഞ്ഞ് ഹൈ തെർമൽ സ്റ്റെബിലിറ്റിയാണ്. 200°C
വരെ നമുക്ക് ആരെ വിടാം? ഈ പറഞ്ഞു വന്ന സിലിക്കണിനെ വിടാം. 75°C വരെ എന്ത് പറ്റുള്ളൂ? ജർമ്മേനിയം പറ്റുള്ളൂ. രണ്ടാമത്തെ കാരണം പറയും, ഈ പറഞ്ഞ് കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി. അവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് സിലിക്കണ് ഹയറാണ് ജർമ്മനി. അപ്പോൾ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി സിലിക്കണ് ജർമ്മേനിയത്തേക്കാൾ ഹയറാണ്. അത് നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. മൂന്നാമത്തെ കേസ് നമ്മൾ പറയുന്നത് റിവേഴ്സ് ലീക്കേജ് കറണ്ട്. I0 എന്ന് പറയുന്നത് നാനോ ആംബിയറിലാണ് ആർക്ക് വരുന്നത്? സിലിക്കണ് വരുന്നത്. മൈക്രോ ആംബിയറിലാണ് ആർക്ക് വരുന്നത്? ഓക്കെ അല്ലേ? നമുക്ക് പറഞ്ഞു റിവേഴ്സ് ലീക്കേജ് കറണ്ട് I0 സിലിക്കണ് വരുന്നത് നാനോ ആംബിയറിലാണെങ്കിൽ മൈക്രോ ആംബിയറിലാണ് ആർക്ക് വരുന്നത്? ജർമ്മനിയത്തിൽ വരുന്നത്. നമുക്ക് ശരിക്കും റിവേഴ്സ് ലീക്കേജ് കറണ്ട് എന്താണ് വേണ്ടത്? അത് വളരെ കുറവായിരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആ കേസിൽ നമുക്ക് എന്ത് പറയാം? അവിടെയും ജർമ്മനിയത്തിന് മുകളിലായിട്ട് സിലിക്കൺ എന്തുണ്ട്? നമുക്ക് ഈ പറയുന്ന പ്രിഫർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് I0 വിത്ത് റെസ്പെക്ട് ടു നമ്മൾ അടുത്ത് പറയുന്നത് വെച്ചാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് I0 വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ. നമ്മൾ പറയുന്നത് ഈ പറഞ്ഞു വന്ന് നമ്മൾ പറയുമ്പോൾ I0/d എന്ന് പറയുന്നത് 6% ആണ്. ആരുടെ കേസിൽ എന്നറിയോ? ഈ I0/dt എന്ന് പറയുന്നത് 6% ആണ് സിലിക്കണിൻ്റെ കേസ്. എന്നാൽ 8% ആണ് ആരുടെ കേസിൽ? ജർമ്മനിയത്തിൻ്റെ. ഓക്കെ അല്ലേ? പക്ഷെ നമ്മൾ ഈ പറഞ്ഞു വന്ന സാധാരണ കേസിൽ നമ്മൾ എടുക്കുന്നത് എന്താണെന്നറിയോ? ഈ പറഞ്ഞ സാധാരണ കേസിൽ 7% കോമൺ ആയിട്ട് രണ്ടുപേർക്കും എടുക്കും. എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പറേച്ചർ °C കൂടുന്ന സമയത്ത് 1 ഡിഗ്രി ടെമ്പറേച്ചർ 7% ഓഫ് ഇൻക്രീസ് ചെയ്യും. I0 ഇൻക്രീസ്. I0 എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഡിഫറെൻ്റ് ആയിട്ടുള്ളതല്ല, റിവേഴ്സ് ലീക്കേജ് കറണ്ടാണ്. ആ റിവേഴ്സ് ലീക്കേജ് കറണ്ട് 7% ഇൻക്രീസ് ചെയ്യും. ഏതിൻ്റെ കേസിൽ? 1 ഡിഗ്രി മാറുമ്പോൾ. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു കാര്യം പറയും, നമ്മൾ പറഞ്ഞു ഈ പറഞ്ഞു വന്ന T0°C നിൽക്കുന്ന ആണെങ്കിൽ T0 + 1 ഡിഗ്രി 1.07. ഓക്കെ അല്ലേ? T0 + 2 ആകുമ്പോൾ ഇപ്പോൾ ടെമ്പറേച്ചറിനേക്കാൾ 2 ഡിഗ്രി കൂടിയാൽ 1.07 ഹോൾ സ്ക്വയർ. ഇപ്പോൾ ഉണ്ടായിരുന്നതിൻ്റെ ഒരു 1.07 മൾട്ടിപ്ലൈഡ് ആയി. ശരിയല്ലേ? അതുകൊണ്ടാണ് അത് സ്ക്വയർ ചെയ്തത്. വീണ്ടും T+3 ആകുന്ന സമയത്ത് പറയാം 1.6 ഹോൾ ക്യൂബ് A0. ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ പറയുമ്പം നമുക്ക് പറയാം T+10 ഡിഗ്രി നമ്മൾ പറയും 2 ടൈംസ് ഓഫ് I0. അപ്പോൾ ഈ കാര്യം കൂടെ ഓർത്ത് വെക്കുന്നത് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ടൊന്നുകൂടെ പറയുകയാണെങ്കിൽ 1.07 ഓൾ റേസ് ടു എന്ന് പറയും I0 എന്ന് പറഞ്ഞു. ആ വാല്യൂ എന്ന് പറയുന്നത് തന്നെയാണ് I0. ഇത് ക്ലിയർ അല്ലേ പറഞ്ഞു വന്നേ? നമ്മൾ ഇതും പ്രോബ്ലത്തിൽ ചിലപ്പോൾ ചെയ്യാറുണ്ട്, അതുകൊണ്ടാണ് അത് പറയാൻ കാരണം. ക്ലിയർ ആണ് പറഞ്ഞു വന്നത്. അപ്പം നമ്മൾ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, നമ്മുടെ ജർമ്മേനിയത്തിന് നമ്മുടെ ടെമ്പറേച്ചർ കൂടുന്ന 8 ഡിഗ്രി പെർസെൻറ്റേജ് ആണെങ്കിൽ 6% ആണ് സിലിക്കൺ. അവിടെയും അഡ്വാൻറ്റേജ് ഉണ്ട് സിലിക്കൺ. പക്ഷേ നമ്മൾ ജനറലി എടുക്കുന്ന സമയത്ത് ഇവരെ രണ്ടുപേരും കോമൺ ആയിട്ട് 7% എടുക്കും. അപ്പം നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, ടെമ്പറേച്ചർ 10 ഡിഗ്രി കൂടുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന റിവേഴ്സ് ലീക്കേജ് കറണ്ട് എന്തായി മാറി? നേരെ ഡബിളായി മാറും. ഒരു 10 ഡിഗ്രിയുടെ ഡിഫറൻസ്. ശരിയല്ലേ? അപ്പോൾ ചിപ്പിൽ നമ്മൾ ഈ പറയുന്ന ടെമ്പറേച്ചർ വ്യത്യാസം വരുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് എന്ത് മാറുന്നുണ്ട്? I0 മാറുന്നുണ്ട്. ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ ഇത്?
സിലിക്കൺ റിവേഴ്സ് ലീക്കേജ് കറണ്ട് വിൽ ബിക്കം ഡബിൾ ഇഫ് ദ ടെമ്പറേച്ചർ ഇൻക്രീസ് മോർ ദാൻ 10 degrees സെൽഷ്യസ്. ആയാലും ജർമ്മനി ആയാലും നമ്മൾ കോമൺ ആയിട്ടാണ് പറയുന്നത്. സിലിക്കൺ temperature is more than 10. ഇവിടം വരെ ക്ലിയർ അല്ലേ? നമ്മൾ പറഞ്ഞു വന്ന കാര്യങ്ങളെല്ലാം പറയുകയാണെങ്കിൽ ബേസിക് സ്ട്രക്ചർ പറഞ്ഞു നമ്മുടെ SCRന്റെ. അതിനുശേഷം നമ്മൾ ഓരോരുത്തരുടെ ഡോപ്പിംഗ് പറഞ്ഞു. അതിനുശേഷം നമ്മൾ എന്ത് പറഞ്ഞു? ജംഗ്ഷൻ J1 J2 J3 പറഞ്ഞു. ഇനി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സിലിക്കൺ ഓവർ ജർമേനിയം പ്രിഫർ ചെയ്യാനുള്ള കാരണം എന്തൊക്കെയാണെന്നുള്ള പറഞ്ഞത്. അപ്പോൾ അതിൽ ആദ്യം പറഞ്ഞു എന്തായിരുന്നു? നമ്മുടെ ഈ പറഞ്ഞു വന്ന കറണ്ട് കപ്പാസിറ്റി പറഞ്ഞു, റിവേഴ്സ് ലീക്കേജ് കറണ്ടിൻ്റെ വാല്യൂ പറഞ്ഞു, കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി പറഞ്ഞു. പിന്നെ നമ്മൾ എന്താ പറഞ്ഞു? ഈ പറഞ്ഞു വന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ I0 ചേഞ്ച് ചെയ്യുന്നത് എത്ര എന്ന് പറഞ്ഞു. അവിടെയും ആർക്കാണ് അഡ്വാൻറ്റേജ്? സിലിക്കണാണ് അഡ്വാൻറ്റേജ്. അപ്പം നമ്മൾ വീണ്ടും പറയുന്നു, പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് സിലിക്കൺ ഹൈ ആണ് ആരേക്കാൾ? ജർമ്മനി. എന്താണെന്ന് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. കാരണം നമ്മൾ പറഞ്ഞു തന്നേ ഉള്ളൂ. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ പറയുന്നത് ശരിയല്ലേ? അപ്പം നെഗറ്റീവ് വോൾട്ടേജ് വരുന്ന സമയത്ത് ഈ പറഞ്ഞ ജർമ്മേനിയത്തേക്കാൾ ആർക്ക് കൂടുതൽ വേണം? പറഞ്ഞു വന്ന നമ്മുടെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് വരുമ്പോൾ ആർക്ക് വരും? നമ്മുടെ സിലിക്കൺ വരും കൂടുതൽ. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് ഇങ്ങനെയല്ല പറയും. ഹായ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനായി എഞ്ചിനീയറിംഗ് PSC പുതിയ അനൗൺസ് ചെയ്യുന്ന കോഴ്സാണ് ലൈഫ് സേവർ AI ബാച്ച്. ഈ ലൈഫ് സേവർ AI ബാച്ചിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഡെയിലി ലൈവ് ക്ലാസ്സസും വീക്കിലി എക്സാംസും ടെക്സ്റ്റ് ബുക്കോട് കൂടിയാണ് നിങ്ങൾക്ക് ഒരു വർഷത്തേക്കുള്ള ഈ കോച്ചിങ് തരുന്നത്. ECയിൽ 1ാം റാങ്ക് മേടിച്ച അതേ കോഴ്സിന്റെ പാറ്റേണിൽ അല്ലെങ്കിൽ അതേ സ്ട്രക്ചറിൽ തന്നെയാണ് ഈ കോഴ്സും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാർച്ച് 1 മുതലാണ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് ഡെയിലി നമ്മുടെ ആപ്പിൽ സ്റ്റാർട്ട് ആകുന്നത്. അതുവരെ നിങ്ങൾക്ക് യൂട്യൂബിൽ നമ്മുടെ ലൈവ് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. യു ക്യാൻ സീ ദാറ്റ്. താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ വന്ന് ജോയിൻ ചെയ്യാൻ പാടില്ല.